വെയിറ്റ്, നിങ്ങൾ വേറെ ഡയമെൻഷനിൽ നിന്നാണെന്നല്ലേ പറഞ്ഞത്? അതേത് ഡയമെൻഷൻ? ടൈം 2 minutes over. ശരത്ത്, ഡോയ്, കുറെ നേരമായോ ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? വട്ടായ? ഡേയ്, റിലേ പോയാ? റിലാക്സ്, ട്രൈ ടു ആക്ട് നോർമൽ. അത് ഞാൻ വെറുതെ മോഡൽസൊക്കെ ടേബിളിൽ ഇരിപ്പുണ്ട്, ഇഷ്ടമുള്ള നോക്കി എടുത്തോ. ഓക്കെ. ഈ ചെയറൊക്കെ ഇവിടെ ഇട്ടാ നീ തന്നെ തട്ടി വീഴുള്ളൂ. അല്ല, ബെഡ് ഇട്ടില്ലേ ഇതേവരെ? ഇന്നിടുമെന്ന് പറഞ്ഞു. ഓക്കെ. Sharath, this is how it works. അല്ല, അതെന്താ കൊറേ ആ മൂലക്കോട്ട് മാറ്റി വെച്ചിരിക്കുന്നേ? അത് ചെയ്തിട്ട് ശരിയാവാത്ത ഇഷ്ടപ്പെടാത്ത കുറെ എണ്ണമാ. ഓക്കെ, എന്നാ ബാക്കിയല്ല ഞാൻ എടുക്കുന്നുണ്ടേ. ആ പിന്നെ റെഡി ആയിക്കോ, എക്സിബിഷന് വരുന്നവര് കലാകാരനെ കൂടെ ഒന്ന് കാണട്ടെ. പപ്പനാൻ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേ വരാം വരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങുവാണേ. മോണി ഇതൊന്നും പറഞ്ഞാ? Okay, this is how your sense works. നിത്യ ഇങ്ങോട്ട് വന്ന് ആദ്യം എന്നോട് ചോദിച്ച കാര്യം ദേ പിന്നെയും. Yes, you have experienced it. That's your ability. അവള് നേരത്തെ വന്നായിരുന്നു, അപ്പം നീ ചുമ്മാ അവള് ഔട്ട് ചെയ്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്. ഇപ്പോൾ now you seem to be in calm because I have convinced you. So you are messing with my time. Not at all, just trying to prove a point. നിന്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 4 മിനിറ്റുകൾ you have lived twice. In fact, you are in a different timeline now. So in that sense, നിത്യയുടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ബോണി സ്റ്റോപ്പ് ഇറ്റ്. നീ കാര്യം പറ. നിങ്ങളുടെ ക്രൈസിസ് എന്താണ്? ഈ സെൻസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. Sharath, please calm down. Let's take your mind back to where we started off. നീ മുമ്പ് എക്സിസ്റ്റ് ചെയ്ത ടൈം ലൈനിൽ ആ മോഡൽസ് കളക്ട് ചെയ്യാൻ വന്ന് എത്തിയ അതെടുക്കാതെ പോയി. എന്നിട്ട് നിങ്ങളെ എക്സിബിഷന് കൊണ്ടുപോകാൻ വന്ന ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ പോകണ്ട, ഇപ്പോൾ ശരത്ത് നല്ല മൂഡിലല്ല, പിന്നെ ഒരു ദിവസം അറ്റൻഡ് ചെയ്യാന്നു. ആൻഡ് യു നോ വാട്ട്? ബട്ടർഫ്ലൈ എഫക്റ്റ്. നിൻ്റെ ഈ ഒരു സിംഗിൾ റെസ്പോൺസ് കാരണം വേറൊരു ചെയിൻ ഓഫ് ഇവൻസിനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. ബട്ട് വേ യു ആർ നൗ, ഇറ്റ്സ് ടോട്ടലി ഡിഫറൻസ് സിനാരിയോ. ഇനി കാര്യത്തിലേക്ക് വരാം. ലെങ്ത്, ബ്രെത്ത് ആൻഡ് ഹൈറ്റ്, ഈ 3 കോമ്പണൻസ് കൊണ്ടാണ് നിങ്ങളുടെ ഡയമെൻഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ദർ ഇസ് ആൻ ഇൻഫിനിറ്റ് സ്പേസ് ഔട്ട് ദർ. സ്പേസിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. ക്യാൻ മൂവ് എനിവെയർ. അതേപോലെയാണ് എനിക്ക് ടൈം. ക്യാൻ മൂവ് എനി ടൈം. നിങ്ങൾക്ക് ടൈം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ടൈം എങ്ങനെയാണോ അതേപോലെയാണ് ഞങ്ങൾക്ക് 3D. കമ്മിങ് ടു ദ ക്രൈസിസ്, നിങ്ങളുടെ ഓവർ പോപ്പുലേഷൻ കാരണം പ്രകൃതി റിറ്റാലിയേറ്റ് ചെയ്യുന്നത് അറിയാമല്ലോ അല്ലേ? ഇൻ ദ ഫോം ഓഫ് കാലാമിറ്റീസ് ആൻഡ് പാൻഡമിക്സ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഡയമെൻഷനിൽ എല്ലാവരും വലിയ പുണ്യാളന്മാരാണെന്ന്. വി ഡോണ്ട് ഓക്യുപ്പൈ സ്പേസ്. ഞങ്ങൾക്ക് സ്ഥല പരിമിതികളില്ല. വി ലിവ് ഇൻ ആൻ ഇൻഫിനിറ്റ് ലൈൻ കോൾഡ് ടൈം. അവിടെ സില്യൻസ് ഓഫ് സൈക്കിൾസ് ഓഫ് റീപ്രൊഡക്ഷൻ പോലും സ്മൂത്തായി നടക്കും. റീപ്രൊഡക്ഷൻ? ടൈമിലെ റീപ്രൊഡക്ഷൻ? കൊള്ളാൽ. അതെങ്ങനെ? നിന്റെ ക്യൂരിയോസിറ്റി എനിക്ക് മനസ്സിലാവും. പക്ഷെ റിലേറ്റീവ്ലി ലെസ് കോംപ്ലക്സ് ആയ ഞങ്ങളുടെ ജനനമോ മരണമോ അത് ഹ്യൂമൻസിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ഇച്ചിരി പാടാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്താലും ഇല്ലല്ലോ. ഒരു ലിമിറ്റും കൂടാതെ റീപ്രൊഡക്ഷൻ. സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. എക്സാക്ട്ലി, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ബട്ട് അവിടെ തൊട്ടാണ് പണിവാളി തുടങ്ങിയത്. ഈ അടുത്ത കാലത്ത് എവിടെയോ വി ക്രോസ് ദ ലൈൻ ആൻഡ് നോ വൺ സോ ഇറ്റ് കമ്മിങ്. ടൈമിലെ മോർട്ടാലിറ്റി റേറ്റ് പെട്ടെന്നങ്ങ് കൂടിപ്പോയി. ഞങ്ങളുടെ ഇടയിലുള്ളവർ തന്നെ മുന്നറിയിപ്പില്ലാതെ ഇല്ലാതായി തുടങ്ങി. ആൻഡ് ഇറ്റ് വെരി മച്ച് ഫെൽറ്റ് ലൈക്ക് എ റാൻഡം സെലക്ഷൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റീസൺ ബിക്കേം വെരി ഓബ്വിയസ്.
പോപ്പുലേഷൻ ബൂം. അത് നിനക്ക് പിന്നെ മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് വി കെയിം ഡൗൺ ടു മെനി ഓപ്ഷൻസ് ആൻഡ് ദ ബെസ്റ്റ് വൺ ഈസ് ക്രിയേഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ടൈം ലൈൻസ്. അതിന് 3D ആരെങ്കിലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ആൻഡ് ഹിയർ ഐ ആം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ റിപ്പീറ്റ് ആയ ആ 4 മിനിറ്റ് നിങ്ങളുടെ ടൈം ലൈൻ എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിച്ചു അല്ലേ? യെസ്, പക്ഷെ വി നീഡ് മോർ. അത് നീ കൂടെ വിചാരിക്കണം. ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ലോങ്ങർ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച്? ലിസൺ, നോ ഡ്യൂറേഷൻ ഇസ് ബിഗ് ഇനഫ് ശരത്. നിനക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഹോൾഡ് ചെയ്യാം. നീ ഇപ്പോൾ തന്നെ ഒരു 4 മിനിറ്റ് 2 പ്രാവശ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡിഫറൻസും ട്രോമയും ഇപ്പോൾ കണ്ടല്ലോ. സോറി, മനസ്സിലായല്ലോ? ഓക്കെ, സോ വിൽ ഡു എ ട്രയൽ, എ 1 day ട്രയൽ. നേരത്തെ 4 മിനിറ്റ് പോലെ ഇനിയൊരു ഫുൾ ഡേ. അപ്പോൾ നിൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഐ ഹാവ് ടു ലിവ് ദ സെയിം ഡേ ട്വൈസ്, റൈറ്റ്? ആഹാ, മനസ്സിലാക്കി തുടങ്ങിയല്ലോ. സോ ഇപ്പോൾ ഞാൻ നിനക്ക് ഡൗട്ട്സ് ഉണ്ടാവുമെന്നറിയാം, ബട്ട് റൈറ്റ് നൗ യു ആർ എക്സോസ്റ്റഡ് ആൻഡ് എക്സൈറ്റഡ്. റെസ്റ്റ് എടുക്ക്, ഐ വിൽ ക്ലിയർ എവറി ഡൗട്ട്സ്. നാളെ ഞാൻ വരും. നിന്റെ ഒരു സാധാ ദിവസം പോലെ മതി. ജസ്റ്റ് ദാറ്റ് ഐ വിൽ ബി വിത്ത് യു, സോ ബി റെഡി. ഫോർ യു ഇറ്റ് വിൽ ബി ലൈക്ക് ടുമോറോ യു ലിവ് എ നോർമൽ ഡേ കംപ്ലീറ്റ്ലി. Then I'll go to the past and interact with you on tomorrow morning. And you will live the same day again, but with conscious mind of the day's event. എന്താ ഇന്നത്തെ പരിപാടി? ഇന്ന് റെഡി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് പുച്ചൻ, അവൻ്റെ വീട്ടിൽ പോകണം. പിന്നെ അവൻ്റെ പ്രോജക്റ്റിനെ അല്പം സഹായിക്കണം. പിന്നെ അതൊരു സന്ധ്യ വരെയൊക്കെ കാണും. അത് കഴിഞ്ഞ് തിരിച്ചു വരണം. നിത്യമായിട്ട് ലേശം സൊല്ലണം, ഉറങ്ങണം. നൈസ്. ഇപ്പോൾ റെഡി ആയിട്ട് പോവാ. ആഹാ, എനിക്ക് പുതിയ ഉടുപ്പൊക്കെ ആണല്ലോ ഇന്ന്. ആരോ ഒരു ചേഞ്ചൊക്കെ ആഗ്രഹിക്കാത്ത. മറ്റേ ഡ്രസ്സ് മടുത്ത് പൊളിച്ച്. അപ്പോൾ റെഡിയല്ലേ? എന്തൊക്കെയാ ഇന്നത്തെ ഷെഡ്യൂള്? അറിയാവുന്നതല്ലേ, ഉച്ചൻ്റെ വീട്ടിൽ പോകണം, തിരിച്ചു വരണം, പിന്നെ അത്രേ ഉള്ളൂ. ഓൾറൈറ്റ്, സോ ടേക്ക് ഇറ്റ് ആസ് എ നോർമൽ ഡേ. ഇപ്പോൾ റെഡി ആയിട്ട് പോവാ. പോവാം. അപ്പൊ പോവാം. ഓ, അപ്പൊ 3D സംഭവിക്കുന്ന ചേഞ്ചസ് ഒന്നും എന്നെ അഫക്റ്റ് ചെയ്യില്ലല്ലേ? എന്തു പറ്റി പെട്ടെന്നൊരു ബോധോദയം? എനിക്ക് കുറെ കൂടെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഓ, പിന്നെന്താ ചോദിക്കുക. ഒരു സംഭവം എനിക്ക് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. ഈ ടൈം എന്നതൊരു ഇൻഫിനിറ്റ് ലൈൻ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ അതിലെങ്ങനെ ഈ ഓവർ പോപ്പുലേഷനൊക്കെ വരുന്നത്? ഓ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ. ഈ ടൈം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഫ്രം പാസ്റ്റ് ടു പ്രസൻറ്റ്. ഫ്യൂച്ചർ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നതേ ഉള്ളൂ.
സോ പ്രസൻറ്റ് ഈസ് എൻ എൻഡ് പോയിന്റ്. അപ്പോൾ പ്രസൻറ്റിലെ റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ബിക്കെയിം ഫാസ്റ്റർ ദാൻ ദ റേറ്റ് ഓഫ് ടൈം. സോ അങ്ങനെയാണ് ഈ കൺജഷൻ വന്നത്. ഓ, അപ്പോൾ 3Dയിൽ ഇപ്പോഴുള്ള ടൈം ലൈനിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നാൽ അവിടെ വെച്ചിട്ട് ആ ടൈം ലൈൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് 2 ഫ്യൂച്ചർ ഉണ്ടാവും അല്ലേ? നോ അങ്ങനെയൊന്നുമല്ല ഇത് വർക്കാവുന്നത്. ഇത് നിങ്ങളുടെ ലോകത്തിലെ ടൈം മെഷീൻ കോൺസെപ്റ്റ് പോലെയൊന്നുമല്ല. ഇത് നിൻ്റെ സെൻസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ ടൈം ലൈനിൽ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി ഞാൻ നീയായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാണ്. ആ പോയിന്റിൽ നിന്ന് മറ്റൊരു ടൈം ലൈൻ ബ്രാഞ്ച് ഔട്ട് ചെയ്യും ടിൽ പ്രസൻറ്റ്. ആൻഡ് ഈ ടൈം ലൈൻ പ്രസൻറ്റിൽ വെച്ച് സ്റ്റോപ്പ് ആകും. ബാക്കി ഫ്യൂച്ചർ ഫുൾ പുതിയ ഉണ്ടായ ടൈം ലൈനിലാണ് ഡെവലപ്പ് ആകുന്നത്. ഓ, സോ അപ്പോൾ ഫ്രം പാസ്റ്റിലെ ആ പോയിന്റ് തൊട്ട് പ്രസൻറ്റ് വരെ ബേസിക്കലി ദർ വിൽ ബി 2 ടൈം ലൈൻസ് റണ്ണിങ് പാരലലി, റൈറ്റ്? അതിനുശേഷം പിന്നെ പുതിയ ടൈം ലൈൻ മാത്രം മുന്നോട്ട് പോകും അല്ലേ? ആ സെറ്റ് അത് തന്നെ. നിൻ്റെ സെൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യുവർ ഓൾ എക്സ്പീരിയൻസ് ഇൻ ദിസ് ടൈം ലൈൻ വിൽ ബി രജിസ്റ്റേർഡ് ഇൻ യുവർ ബ്രെയിൻ ഇൻ ദ ന്യൂലി ക്രിയേറ്റഡ് ടൈം ലൈൻ. ഫോർ എക്സാമ്പിൾ എടുത്താൽ ഒറിജിനൽ ടൈം ലൈൻ, അതായത് നിത്യം മോഡൽസ് എടുക്കാത്ത ടൈം ലൈനിൽ ടൈമർ തീർന്ന് 2 മിനിറ്റ്സ് കഴിഞ്ഞ് നിന്നു. ആൻഡ് പുതിയ ടൈം ലൈനിൽ ടൈമർ വെക്കുന്ന ആ പോയിന്റ് തൊട്ട് തുടങ്ങി വിത്ത് എ കോമൺ 4 മിനിറ്റ്സ് ടൈം ഫ്രെയിം. ആകെ കൺഫ്യൂഷൻ ആണല്ലോ. എടാ മോട എന്താ അതാരാ? മനുമോൻ, പഴയൊരു ഫ്രണ്ടായിരുന്നു. ഓ, പാവാടാ പാവാടയാ. എന്നാലും നീ വിട്ടോ. ഒറ്റയ്ക്കാണല്ലോ. എന്താടാ നിത്യ നിന്നെ തേച്ചിട്ട് പപ്പനാഭന്റെ കൂടെ കറക്കാൻ പോയി? ആ മനുമോൻ അവന് നല്ല കടിയാ. അതെന്താ ഇവനായിട്ട് വല്ല കലിപ്പുണ്ടായിരുന്നു? 2-3 വർഷം നിത്യയുടെ പുറകേടനെയാ. ഓ, ബോണി, നിനക്ക് 10-700 സെൻസൊക്കെ ഇല്ലേ? അവനെ എന്തെങ്കിലും ചെയ്യാൻ സഹായിക്കാവോ? ഇതിപ്പോൾ ഭയങ്കര ഓവറായി വരുക. അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വിട്ട് കളയടാ. ജസ്റ്റ് തിങ്ക്, ഇസ് ദിസ് ഗൈ വർത്ത് യുവർ ടൈം? അടിക്കാവനെ, ലൈക്ക് ഫിസിക്കലി. പുച്ഛൻ്റെ വീട്ടിലെത്തണ്ടല്ലോ 11 മണിക്ക്. ദിസ് ഗൈ ഇസ് നോട്ട് വർത്ത് യുവർ ടൈം. വാ പോവാ. പോകുവാണോ? സാധാരണ ഇവനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു? എപ്പോഴും എൻ്റെ കൂടെ നിത്യ കാണും. അവളെന്തേലുമൊക്കെ പറയും, പിന്നെ ഇവനൊന്നും മിണ്ടത്തില്ല. പക്ഷെ ഒരിക്കൽ അവൻ എൻ്റെ അടുത്ത് വയലൻ്റ് ആയിട്ടുണ്ട്, ലൈക്ക് ഫിസിക്കലി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എന്നെ ഇടങ്കാലിട്ട് വീഴ്ത്തിയിട്ടുണ്ട്. 11 എത്തിയാൽ പോരെ? ഇനി അരമണിക്കൂറോടെ ഇല്ലേ? എന്താടാ നിന്ന് പോയേ? അമ്മ ഇന്ന് പാലൊന്നും തന്നില്ലേ? അല്ല, എന്താ പ്ലാൻ? എനിക്ക് അവൻ്റെ റിഫ്ലെക്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനെന്തെങ്കിലും റെസ്പോൺസ് അറിയണം. നീ ഒരു കാര്യം ചെയ്യും, അവൻ എങ്ങനെയെങ്കിലും അജിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അവനിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവോ? അവനവിടെ ചാരി നിന്നൊരു ചോക്ലേറ്റ് തിന്നോ? ഏതാ? കിറ്റ്കാറ്റ്. ഒരു പൊളി സാധനമുണ്ട്. എന്തുവാ? അവൻ നല്ല അന്തം കമ്മിയാണ്. ഡാ, കിറ്റ് നോക്കിയിട്ട് ഡയലോഗ് അടിക്കുന്നോടാ. പൊളിച്ച്. ആഹാ, നീ സർക്കാസം പറയാൻ പഠിച്ചോ? ബോണി, പറ എന്താ ചെയ്യണ്ടേ? ഓക്കെ ശരത്, പറയുന്ന പോലെയാണ്. കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. ഓൺ ദ കൗണ്ട് ഓഫ് 4 നിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പാമ്പിൻ്റെ അടിവശം നിൻ്റെ മൂക്കിൻ്റെ ലെവലിൻ്റെ അത്രയും കൊണ്ടുവരാൻ നോക്കും. 4 3 2 1. അമ്മ അവനില്ലേ? മോനെ, അവൻ കപ്പോസിലിരിക്കുക. 1 മണിക്കൂറായി കയറിയിട്ട്. ഇനി ഒരു 15 മിനിറ്റും കൂടെ എടുക്കുമായിരിക്കും. അമ്മ ഞാൻ വെയിറ്റ് ചെയ്തോളാം. മോനെ അകത്തോട്ട് കയറിയിരിക്കും. ഞാൻ അവനെ ഒന്ന് വിളിച്ചേ. ഓ ശരി അമ്മ.
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ നിന്റെ മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ത്, എനിക്ക് വട്ടുണ്ടോ? അതല്ല, നിനക്ക് എത്രത്തോളം ഈ സ്ട്രെസ്സും ട്രോമയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നിന്റെ ജീവിതത്തിലെ ഈ ഏറ്റവും വലിയ സ്ട്രെസ് പോയിന്റ് ഏതായിരുന്നു? സ്ട്രെസ് പോയിന്റോ? ലൈക്ക് നീ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിച്ചൊരു പീക്ക് ടൈം എന്ന് വെച്ചാൽ ഒരു ഞെട്ടൽ പോലെ എന്തെങ്കിലുമൊക്കെ. ആ, ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ട്. ഒരു 7 വർഷം മുന്നേ ഉള്ളതാ. ഞാനും അച്ഛനും ഒരിക്കൽ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. സന്ധ്യയായിരുന്നു. ഒരു ബിസി റോഡ്. നീ ഇവിടെ നിൽക്ക്, ഞാൻ സാധനം മേടിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കണേ. ശരി വെച്ചാ. പത്മനാഭനല്ലേ അപ്പൊ? ആ ശരി, അവനാണല്ലോ. ഇതിന്റെ കല്യാണം കേട്ടല്ലോ. പെണ്ണാരാന്നറിയോ? മറ്റേ വൃന്ദ, അവൻ പറയാണെന്ന്. ഇനി ലെഫ്റ്റ് പാമ്പിൽ നിന്ന് ഒരു പാമ്പ് ഫ്രണ്ടിൽ വരുന്ന പൊസിഷനിൽ റൈറ്റ് ഹാൻഡ് മിഡിൽ ഫിംഗർ വെച്ച് നല്ല ഫോഴ്സിൽ റൈറ്റിലോട്ട് ഇടിക്കുക. തല നിന്റെ ലെഫ്റ്റ് പാമ്പിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി നേരത്തെ റൈറ്റ് ഹാൻഡ് പിടിച്ച പോലെ നിന്റെ റിപ്സിന്റെ താഴത്തെ ലെവലിൽ നേരെ അങ്ങ് ഇടിച്ചു. 3, 2, 1. ഓൺ ദ കൗണ്ട് ഓഫ് 3 ബോഡി ഫുൾ ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് റൈറ്റ് പാം തുറന്ന് വെച്ച് സ്ട്രെയിറ്റ് മോളിലോട്ട് നല്ല വീശിക്കുക. 3, 2, റൈറ്റ് അല്ലടാ, ലെഫ്റ്റ്. Shit. അവിടെ ഒരു വണ്ടി ഇടിച്ചാ. അവിടെ ആരോ വണ്ടി കെട്ടി വീണു. എടാ വാടാ വാടാ. അച്ഛാ അച്ഛാ. പേടിച്ചോ നീ? എന്നല്ലടാ വേറെ ഒരുത്തനെ വണ്ടി ഇടിച്ചേ. വാ പോവാ. അതായിരുന്നു എൻ്റെ ഓർമ്മയിലെ ഏറ്റവും വലിയ സ്ട്രെസ് പോയിന്റ്. ബോണി, എന്തെങ്കിലും ഒന്ന് പറ. Sharad, just back up and relax. You're frustrated by your timing that. So just relax and focus. Focus. On the count of 3, right leg വെച്ച് കറക്റ്റ് നേരെ ആഞ്ഞ് ഔട്ടാണ്. എന്നിട്ട് റൈറ്റ് ഹാൻഡ് അടച്ചു പിടിച്ച് നിന്റെ ഹിപ്പ് ഓൺ പാരലായി ആഞ്ഞു വീശണം. 4, 3, 2, 1. Hit in 3, 2, 1. കിറ്റ് നോക്കിയിട്ട് സ്റ്റാമിന ഇല്ലല്ലോടാ. അവനിനിയും വരുമോ?
നോ നോ നോ, മർമ്മം നോക്കിയാ കൊടുത്തേ. ഇനി 2 ദിവസം എടുക്കണ്ടടിയാ. ആഹാ, മർമ്മൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുമോ? 7:44 ഷാരൂഖ് ബ്രോ, എടാ നീ പോസ്റ്റായ? ഇന്നലെ മോമോസ് കഴിച്ചായിരുന്നു. അതിന്റെ പണിയായിരുന്നു. പെട്ടുപോയി. ആഹാ, അതെവിടെ നിന്നായിരുന്നു? അതോ അതൊക്കെ പോട്ടെ, വാ നമുക്ക് പണി തുടങ്ങാം. വാ. എടാ നിന്റെ കാലിനെന്ത് കിട്ടി? ആഹാ, ഓ ടെലിപ്പതി. ഞാനേ കക്കൂസിന്നിപ്പ ഇറങ്ങിയതേ ഉള്ളേ. എന്നെ ടൈമിംഗ് ആണ്. പിന്നെ അല്ല, എന്നാ വാ നമുക്ക് പണി തുടങ്ങാം. വാ കേറ്. ലൂയി, കോൾ നിത്യ. ഓ, എന്താണാവോ? ആരാ? എന്തു വേണം? അല്ലാണ്ട് പിന്നെ ഇപ്പഴാണോ നിനക്ക് വിളിക്കാൻ തോന്നിയത്? എത്ര നേരമായിട്ട് ഞാൻ വിളിച്ചതാ. അത് പിന്നെ തിരക്കായി പോയി. അച്ഛൻ്റെ ഒരു പ്രോജക്റ്റ് വർക്കിന് ഹെൽപ്പ് വരുന്നു. ആ, ഈയിടെ നല്ല തിരക്കാണല്ലോ. എനിക്കൊരു അത്യാവശ്യത്തിനായിരുന്നു വിളിച്ചത്. നിത്യ, ഐ എം സോറി. ഇപ്രാവശ്യത്തും കൂടെ ഷമീരല്ല, നാസർ. അത് വിട്. എന്താ കാര്യം എന്ന് പറയും. ആ, ഇനി അറിയണ്ട. അവന്മാരെയൊക്കെ സഹായിക്കാൻ 100 കൈയാണല്ലോ. എനിക്ക് മാത്രം ഫ്രീക്ക് നെഗ്ലിജൻസ്. നിത്യ, ഞാൻ ഓൾറെഡി ഭ്രാന്തായി കിളി പോയിരിക്കുക. അടിയിടാൻ പറ്റിയ മൂടല്ല. കാര്യം പറ, എന്താ സംഭവം? പറയാൻ നല്ല സൗകര്യമില്ലെന്ന് പറഞ്ഞല്ലോ. നീ അറിയണ്ട. എന്നാ വെച്ചിട്ടോ, പിന്നെ വിളിക്കാം. ഓ ശരി, വെച്ചിട്ട് പോണല്ലേ ഞാൻ. ശരി. മോനെ, നിന്റെ പ്രോജക്റ്റ് ഒക്കെ എന്തായി? ഏതാണ്ട് കംപ്ലീറ്റ് ആയമ്മ. നെയിൽ കട്ട് ഇവിടെ എവിടെയോ വെച്ചു. ഇത് കൊള്ളാലോ. ഇതെന്താ വെക്കാഞ്ഞ? അമ്മ, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോ ഒരു മൂഡില്ല. എന്ത് പറ്റി? പിന്നെ സംസാരിക്കാം. ഓ ശരി. അപ്പോഴോ ശരത്തെ, കീപ് വൺ തിങ് ഇൻ മൈൻഡ്. ബാക്കിയുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മാക്സിമം നോർമലായിട്ട് സംസാരിക്കാൻ നോക്കണം. ഈ റീലിവിങ്, ടൈം ട്രാവൽ, ബോണി എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് വട്ടാന്ന് വിചാരിക്കും. സോ ടേക്ക് ഇറ്റ് ആസ് എ നോർമൽ ഡേ. ബോണി, എന്തെങ്കിലും സീനുണ്ടോ? ഇന്ന് മുഴുവൻ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഏയ്, ഐ ഡോണ്ട് നോ, സംതിങ് ഈസ് നോട്ട് ഫീലിംഗ് വെരി വെൽ. എന്തേലും ആവട്ടെ, നീ റെഡി ആയിട്ടിരിക്കും. ഞാൻ നാളെ വരാം. റീലീവ് ചെയ്യണ്ടേ ഇവിടെ? എന്താ? അല്ല, മനസ്സിലായില്ല. ഒരു ദിവസം 2 തവണ റീലീവ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? 3 തവണ എന്നല്ലല്ലോ. യെപ്പ്, 2 times. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയി. ഇനി നാളെ രാവിലെ ആകുമ്പോഴേ സെക്കൻഡ് ടൈം ആവത്തുള്ളൂ. ബോണി, എന്തായി പറയുന്ന? ഇത് സെക്കൻഡ് ടൈമാണ്. ഞാൻ ഈ ദിവസം രണ്ടാമത്തെ പ്രാവശ്യമാണ് ജീവിക്കുന്നത്. ഇന്നലെ, അതായത് ഫസ്റ്റ് ടൈം, നീ മനുമോനെ വെറുതെ വിടാൻ പറഞ്ഞു.
ഇന്ന് നീ അവനെ തല്ലാൻ പറഞ്ഞു, സെക്കൻഡ് ടൈം. ഞാൻ വെറുതെ വിടാൻ പറഞ്ഞെന്നാ? ശരത്, ബോണി, ഞാൻ എന്തിനാ വെറുതെ പറയുന്ന? അല്ലേ തന്നെ ഞാൻ കള്ളം പറഞ്ഞാൽ നിനക്ക് അറിയാമല്ലോ. മോക്സ് ഇല്ലേ, നിനക്ക് തോട്ട്സ് സെൻസ് ചെയ്തൂടെ? ബോണി, എന്താ പറയുന്നു? നീ ഇന്നലെ ഇന്ററാക്ട് ചെയ്ത് എന്നോടല്ല. പിന്നെ അപ്പൊ ശരത്, റിയ, Sharath, get ready. See.